നവാസിന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ മനംനൊന്തിരിക്കുകയാണ് ഭാര്യയും 3 മക്കളും. ആലുവ 4-ാം മൈലിലെ വീട്ടിലേക്ക് നവാസിന്റെ മൃതദേഹം എത്തിച്ചപ്പോൾ ഉപ്പയുടെ മൃതദേഹത്തിനരികെ നിലവിളിച്ച് കരയുകയായിരുന്നു 3 മക്കളും. മൂത്ത മകൾ മെഹ്റൈൻ ഉപ്പയുടെ ചേട്ടൻ നിയാസ് ബക്കാറിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോൾ കണ്ടുനിന്നവരെല്ലാം ഒരു നിമിഷം നിയന്ത്രണം വിട്ടു പോവുകയായിരുന്നു ആ സമയത്ത്. അതുപോലെ തന്നെയായിരുന്നു 2 ആൺമക്കളും ഉപ്പയെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിയത്. റഹീൻ കണ്ണീരടക്കാനാകാതെ വിങ്ങിപ്പൊട്ടി ഏട്ടനരികിലിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ആ കാഴ്ച കണ്ടപ്പോൾ മനം നൊന്തു പോവുകയായിരുന്നു ഓരോ കാഴ്ചക്കാരുടേതും. വെള്ളിയാഴ്ച രാത്രി ഉപ്പ വരുന്നതും കാത്തിരിക്കുകയായിരുന്നു 3 മക്കളും. ഉപ്പ അങ്ങനെ വരുന്ന സമയത്തൊക്കെ തന്നെ ഈ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വെക്കാറുണ്ട്. ശനിയും ഞായറും സ്കൂൾ അവധി ആയതുകൊണ്ട് തന്നെ ഉപ്പയോടൊപ്പം അടിച്ചു പൊളിക്കാനായിരുന്നു എല്ലാവരും തീരുമാനിച്ചത്. എന്നാൽ അതൊക്കെ തന്നെയും ഒരു നിമിഷം കൊണ്ട് മാറി മറിയുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മരണവാർത്തയായിരുന്നു പിന്നീട് പുറത്തു വന്നത്. ഖബറടക്കത്തിന് തൊട്ട് പിന്നാലെയാണ് അദ്ദേഹം താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു നൽകിയത്. അക്കൂട്ടത്തിൽ നവാസ് ഏറ്റവും കരുതലോടെ സൂക്ഷിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ഷൂസും ഫോണും ഒക്കെ ഉണ്ടായിരുന്നു. ആ ദിവസം അദ്ദേഹം ധരിച്ച വസ്ത്രങ്ങൾ പോലും ഉണ്ടായിരുന്നു. എല്ലാം തിരിച്ചു നൽകിയ സമയത്ത് അദ്ദേഹത്തിന്റെ മണവും ചൂടും വിട്ടുമാറാത്ത ആ സാധനങ്ങൾ വിങ്ങിപ്പൊട്ടിയാണ് മക്കളും ഭാര്യയും ഏറ്റുവാങ്ങിയത്. നടൻ ടെനി ടോം ഇക്കാര്യം വേദനയോടെ സോഷ്യൽ മീഡിയയിൽ കുറിക്കുകയും ചെയ്തിരുന്നു. ഷൂസും വസ്ത്രങ്ങളും എല്ലാം നവാസിന് വലിയ ഇഷ്ടമായിരുന്നു. ട്രെൻഡിംഗ് ആയുള്ള ഷർട്ടുകളും പാന്റുകളും ഷൂസുകളും എല്ലാം പരീക്ഷിക്കുന്നതും പതിവായിരുന്നു. നവാസിന്റെ ഈ അടുത്ത കാലത്തുള്ള ഇന്റർവ്യൂകളെല്ലാം കണ്ടാൽ അക്കാര്യം മനസ്സിലാകും. ഉപ്പയുടെ ഷർട്ട് മക്കളും മക്കളുടേത് ഉപ്പയും ധരിക്കാറുണ്ട്. അതൊക്കെ തന്നെയും എല്ലാവരും വലിയ സന്തോഷത്തോടെയായിരുന്നു ചെയ്തിരുന്നത്. ഓണത്തിന് വിദേശത്ത് പ്രോഗ്രാം ബുക്ക് ചെയ്തിരുന്നു നവാസ്. അതിനായുള്ള വസ്ത്രങ്ങൾ പോലും അദ്ദേഹം വാങ്ങിവെച്ചിരുന്നു. അത് സിനിമാ സുഹൃത്തുക്കൾക്ക് കാണിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപോലെയുള്ള ഷർട്ടും ഷൂസും വേണമെന്നും വെള്ളിയാഴ്ച രാവിലെയും ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നു. മാത്രമല്ല യാത്രയ്ക്കായി പാസ് കൊടുക്കുകയും ചെയ്തു. ഇക്കാര്യത്തെക്കുറിച്ച് അന്തിമ തീരുമാനം സുഹൃത്തുക്കളെ വിളിച്ച് വെള്ളിയാഴ്ച രാവിലെയും അറിയിച്ചിരുന്നു നവാസ്. എന്നാൽ പിന്നാലെയാണ് മരണമെത്തിയത്. രാവിലെ മുതൽ അനുഭവപ്പെട്ടിരുന്ന നെഞ്ചുവേദന ഒരു നെഞ്ചിരിച്ചിലായാണ് എല്ലാവരും കരുതിയത്. അത് ഹൃദയാഘാതത്തിൽ എത്തുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. നവാസിന്റെ വിയോഗം ഇന്നും മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് താങ്ങാൻ സാധിച്ചിട്ടില്ല. ഇന്നും വലിയ ഞെട്ടലിൽ തന്നെയാണ് ആരാധകർ.